നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളുടെ ആരവമടങ്ങും മുൻപേ കരീബിയൻ അതിരുകളിൽ അമേരിക്കൻ നരമേധം. ഭൂമിയിൽ സമാധാനം കാംക്ഷിക്കുന്നവർക്ക് ആയുധങ്ങൾ കൊണ്ട് പാരിതോഷികം. കേവലം 3 കോടി മാത്രം ജനസംഖ്യയുള്ള എണ്ണരാജ്യമായ വെനസ്വേലയെ വിഴുങ്ങാൻ ഏറെ നാളായി കാത്തിരിക്കുകയായിരുന്നു ട്രംപ് ഭരണകൂടവും അമേരിക്കൻ ചാരസംഘടനയും. ശനിയാഴ്ച കാലത്ത് അവരത് പ്രാവർത്തികമാക്കി. ലോകരാജ്യങ്ങളെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ ഭരണം അർദ്ധരാത്രിയിൽ അട്ടിമറിച്ച് ഇടതുപക്ഷക്കാരനായ പ്രസിഡന്റിനെയും പത്നിയെയും അമേരിക്ക തട്ടിക്കൊണ്ടുപോയത്. തലസ്ഥാനമായ കാരക്കാസിൽ ബോംബിട്ടുകൊണ്ട് ശാന്തിയോടെ ഉറങ്ങിക്കിടന്ന ഒരു ജനതയുടെയും അവരുടെ ഭരണാധികാരിയുടെയും സ്വച്ഛ ജീവിതത്തിന് മീതെ അമേരിക്ക ദുസ്വപ്നങ്ങൾ വിതച്ചു. വെനസ്വേലയുടെ അസ്ഥിരീകരണമാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. ഇറാനിൽ നിന്നും റഷ്യയിൽ നിന്നും ചില എതിർസ്വരങ്ങൾ ഉയർന്നതൊഴിച്ചാൽ ലോകം ഇപ്പോഴും അമേരിക്കയുടെ അധിനിവേശത്തെ അപലപിക്കുന്ന കാര്യത്തിൽ പുറകിൽ തന്നെ. വെനസ്വേലയിലെ സംഭവവികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വെനസ്വേലയിലെ ജനതയ്ക്കൊപ്പമാണ് ഇന്ത്യയെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിലുള്ള പ്രശ്നങ്ങൾ സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. വെനസ്വേലയിലുള്ള ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അവിടുത്തെ ഇന്ത്യൻ എംബസി നിരന്തര സമ്പർക്കത്തിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും ന്യൂയോർക്കിലെ ഡീറ്റൻഷൻ ക്യാമ്പിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ന്യൂയോർക്ക് ജയിൽ അധികൃതർക്ക് നടുവിലിരിക്കുന്ന വെനസ്വേല പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയുടെ ചിത്രം പുറത്തുവന്നു. അമേരിക്കയുടെ പിടിയിലായിട്ടും അല്പം പോലും പതറാതെ ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഇടയിൽ ചെറുചിരിയുമായി തംസപ്പ് മുദ്രയുമായി നിക്കോളാസ് മഡുറോ ഇരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ശനിയാഴ്ച നടന്ന സൈനിക നടപടിക്ക് പിന്നാലെ നിക്കോളാസ് മഡുറോയും ഭാര്യയും പിടിയിലായിരുന്നു. രണ്ടുപേരെയും DEA ഹെഡ്ക്വാർട്ടേഴ്സിലും പിന്നീട് ഹെലികോപ്റ്റർ മാർഗം ബ്രൂക്ലിനിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിലും എത്തിക്കുകയായിരുന്നു. വിചാരണ നടപടികൾ പൂർത്തിയാകുന്നതുവരെ മഡുറോയെ ഇവിടെ പാർപ്പിക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. സദ്ദാം ഹുസൈന്റെയും മുഅമ്മർ ഗദ്ദാഫിയുടെയും അവസാനകാലം ഓർമ്മിപ്പിക്കുന്നതാണ് ട്രംപിന്റെ സൈന്യം വെനസ്വേലൻ ഭരണാധികാരിക്ക് നേരെയും പ്രയോഗിക്കുന്നത്. ശൂന്യതയിൽ നിന്നുയർന്ന രാസായുധമെന്ന പൊള്ളയായ വാദമായിരുന്നു ഇറാഖിന്റെ കാര്യത്തിൽ അന്നത്തെ അമേരിക്കൻ ഭരണാധികാരികൾ ചെയ്തിരുന്നതെങ്കിൽ വെനസ്വേലൻ പ്രസിഡന്റിന്റെ കാര്യത്തിൽ അവരുടെ വാദം മയക്കുമരുന്നും ആയുധക്കടത്തുമാണ്. ലോകത്തിന്റെ 5-1 വരുന്ന എണ്ണശേഖരമുള്ള രാജ്യമാണ് വെനസ്വേല എന്നതാണ് എക്കാലത്തും ആ കൊച്ചുരാജ്യം വെട്ടിപ്പിടിക്കാൻ അമേരിക്കൻ ഇമ്പീരിയലിസത്തിന് പ്രേരണയായത് എന്നത് ലോകത്തിന് മുഴുവനും അറിയാം. 303 ബില്യൺ ബാരൽ ക്രൂഡ് റിസർവ് സ്വന്തമായുള്ള വെനസ്വേലയുടെ അധികാരം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയാണ് ആയുധബലത്തിന്റെയും കൊളോണിയൻ അവശിഷ്ടങ്ങൾ പകർന്ന അഹന്തയുടെയും കരുത്തിൽ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയെ റാഞ്ചിക്കൊണ്ടുപോവുക എന്ന ആധുനിക ലോകത്തിലെ ഏറ്റവും കിരാതമായ നടപടിക്ക് അമേരിക്ക മുന്നിട്ടിറങ്ങിയത്. കാര്യം എന്തുതന്നെയായാലും വെനസ്വേലയ്ക്കെതിരെയുള്ള US-ന്റെ സൈനിക നീക്കം നേട്ടമാക്കിയിരിക്കുകയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. ക്രൂഡ് ബിസിനസ്സിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാനുള്ള സാധ്യതയാണ് കമ്പനിക്ക് ഗുണകരമായത്. വെനസ്വേലയിൽ നിന്നുള്ള ക്രൂഡിന്റെ ഉപരോധം നീക്കുന്നതോടെ ബ്രന്റ് ക്രൂഡിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ വാങ്ങാൻ റിലയൻസിന് സാധിക്കും. കമ്പനിയുടെ മൊത്തം ലാഭം മെച്ചപ്പെടുത്താൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് ജെഫറീസ് പോലുള്ള ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ വിലയിരുത്തുന്നത്. തിങ്കളാഴ്ചയിലെ വ്യാപാരത്തിനിടെ റിലയൻസിന്റെ ഓഹരി വില എക്കാലത്തെയും ഉയർന്ന നിലവാരമായ 1611 രൂപയിലെത്തി. ഇതോടെ കമ്പനിയുടെ വിപണി മൂല്യം 21.6 ലക്ഷം കോടി രൂപയായി. ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷനും ഈ നീക്കം ഗുണകരമായേക്കാമെന്നാണ് വിലയിരുത്തൽ. വെനസ്വേലയിലെ സാൻ ക്രിസ്റ്റോബൽ പ്രോജക്റ്റിൽ നിന്ന് $500 മില്യൺ കുടിശ്ശിക ONGCക്ക് ലഭിക്കാനുണ്ട്. US ഇടപെടലോടെ ഈ തുക തിരിച്ചുപിടിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു. ആഗോളതലത്തിൽ എണ്ണവില സ്ഥിരമായി നിൽക്കുന്നതും മെച്ചപ്പെട്ട വിതരണ ശൃംഖലകളും റിലയൻസിന് ഹ്രസ്വ ഇടക്കാലയളവിൽ നേട്ടമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 2000-കളിലും 2010-കളിലും ഇന്ത്യ വെനസ്വേലൻ എണ്ണയുടെ പ്രധാന ഉപഭോക്താവായിരുന്നു. എന്നാൽ US ഉപരോധങ്ങളെ തുടർന്ന് 2019 മുതൽ ഉഭയകക്ഷി വ്യാപാരത്തിൽ വലിയ ഇടിവുണ്ടായി. ഉപരോധം ഭയന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി കുറച്ചു. 2024 സാമ്പത്തിക വർഷത്തിൽ വെനസ്വേലയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി $1.4 ബില്യൺ ആയിരുന്നു. 2025-ലാകട്ടെ 81.3% ഇടിഞ്ഞ് $255.3 ബില്യൺ ആയി. മഡുറോയെ ബന്ദിയാക്കിയ അമേരിക്കൻ സൈനിക നടപടിയെ രൂക്ഷമായി വിമർശിച്ച് റഷ്യയടക്കം രംഗത്തെത്തിയിരുന്നു. അമേരിക്കയുടെ നീക്കം അംഗീകരിക്കാനാവില്ലെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു. വെനസ്വേലയുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള ഭരണകൂടത്തിന്റെ പോരാട്ടത്തിന് പൂർണ്ണ പിന്തുണയും റഷ്യ പ്രഖ്യാപിച്ചു.
പുറത്തുനിന്നുള്ള സൈനിക ഇടപെടലിലൂടെ ഒരു രാജ്യത്തിന്റെ വിധി നിർണ്ണയിക്കാൻ ആർക്കും അവകാശമില്ലെന്നും വ്യക്തമാക്കി. സംഘർഷം കൂടുതൽ വഷളാക്കാതെ ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും മേഖലയിൽ സമാധാനം ഉറപ്പാക്കാൻ ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്നും റഷ്യ ആവശ്യപ്പെട്ടു. 1989 മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പാനമയിൽ ബോംബിട്ട് അവിടുത്തെ ഭരണം അസ്ഥിരീകരിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിരുന്നു. പട്ടാള മേധാവിയും ഏറെക്കുറെ അവിടുത്തെ അനൗദ്യോഗിക പ്രസിഡന്റായി തുടരുകയും ചെയ്തിരുന്ന പട്ടാള മേധാവി മാനുവൽ നൊറീഗയെ തടവിലിടുകയും മരണപ്പെടുന്നതിനു തൊട്ടുമുൻപ് അദ്ദേഹത്തെ ജയിൽ മോചിതനാക്കുകയും ചെയ്ത ചരിത്രവുമുണ്ട് അമേരിക്കൻ ചാരസംഘടനയായ CIA-ക്ക്. മയക്കുമരുന്ന് ലോബിയുടെ ആളെന്നായിരുന്നു നൊറീഗയ്ക്കെതിരെയും ഉയർന്നുകേട്ട ആരോപണം. വെനസ്വേലയുടെ തുറമുഖം നോട്ടമിട്ട അമേരിക്കൻ പടക്കപ്പലുകളും കരീബിയൻ ആകാശത്ത് നിബിഡമായ ചാരക്കണ്ണുകളും പൊടുന്നനവെയാണ് ആ കൊച്ചു രാജ്യത്തെ കീഴടക്കിയത്. വെനസ്വേലൻ വിദേശകാര്യമന്ത്രി ഇവാൻ ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി 24 മണിക്കൂർ പിന്നിടുമ്പോഴാണ് വെനസ്വേലയിൽ അമേരിക്ക അട്ടിമറി നടത്തിയത്. അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ വെനസ്വേല പുലർത്തുന്ന പുതിയ നീക്കങ്ങളിലും ആഭ്യന്തര കാര്യങ്ങളിലുള്ള അവരുടെ സോഷ്യലിസ്റ്റ് അനുകൂല നിലപാടുകളിലും അമേരിക്ക തീർത്തും അസ്വസ്ഥമായിരുന്നു. സൈന്യത്തെ ഉപയോഗിച്ച് ഇറാഖിലും ലിബിയയിലും ബ്രസീലിലും കൊളംബിയയിലും എല്ലാം നടത്തിയ നീചമായ അട്ടിമറിയുടെ മറ്റൊരു ഇരുൾ നിറഞ്ഞ എപ്പിസോഡ് തന്നെയാണ് വെനിസ്വേലയിൽ അമേരിക്ക പ്രയോഗിച്ച് വിജയിച്ചത്. ലോക ജനാധിപത്യ ചരിത്രക്രമത്തിലെ ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായ അധ്യായമാണ് ഇതെന്ന് നിസ്സംശയം പറയാം. വെനസ്വേലയുടെ മുൻ ഭരണാധികാരി ഹ്യൂഗോ ഷാവേസിനെതിരെയും അട്ടിമറി ശ്രമം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. 1998 വർദ്ധിച്ച ജനപിന്തുണയോടെയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. ഷാവേസിനെതിരെ 2002 നടത്തിയ അമേരിക്കൻ അട്ടിമറി ശ്രമം പരാജയപ്പെട്ടുവെങ്കിലും 2 വർഷത്തിനു ശേഷം അവർ വിജയം കണ്ടു. ഷാവേസ് പുറത്തായി. അമേരിക്കയെ പിന്തുണച്ച വലതുപക്ഷ പാർട്ടിയായ സുമാറ്റോയ്ക്ക് ഭരണത്തിൽ കാര്യമായ സ്വാധീനമൊന്നും ചെലുത്താനായില്ല. പ്രതിപക്ഷ നേതാവായിരുന്ന മരിയ മച്ചാഡോയ്ക്ക് നോബൽ സമ്മാനം നൽകിയെങ്കിലും അമേരിക്കയുടെ പാവയാകാൻ പ്രതിപക്ഷത്തുള്ള പലരും വിസമ്മതിച്ചു. അന്നു മുതൽ അമേരിക്ക ആരംഭിച്ചതാണ് ആ രാജ്യത്തെ സാമ്പത്തിക ഉപരോധത്തിലൂടെ ശ്വാസം മുട്ടിക്കാൻ. ഭരണഘടനാ ഭേദഗതിയിലൂടെ ഹൈഡ്രോ കാർബൺ പ്രശ്നത്തിനും എണ്ണ വിപണിയിലെ മത്സര നിയന്ത്രണത്തിനും മഡുറോ പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. കനേഡിയൻ അമേരിക്കൻ എണ്ണ കമ്പനിയായ എക്സോണും ഓസ്ട്രേലിയൻ എണ്ണ കമ്പനിയായ ഷെവ്രോണും തമ്മിലുള്ള വാണിജ്യ മത്സരം കൂടി വെനസ്വേലയുടെ പുതിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കളമൊരുക്കിയതായി നിരീക്ഷകർ വിലയിരുത്തുന്നു. ആത്യന്തികമായ എണ്ണ വിപണിയിലെ കടുത്ത മത്സരത്തിലും അപ്രതീക്ഷിതമായ വൻ ലാഭത്തിലും അതുവഴി നേടാവുന്ന അപ്രമാദിത്വത്തിലും തന്നെയാണ് അമേരിക്കയുടെ കണ്ണ്. ബോംബിട്ട് മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയിട്ടായാലും ഭരണാധികാരികളെ തട്ടിക്കൊണ്ടുപോയിട്ടായാലും ഈ ലക്ഷ്യത്തിലേക്ക് അവർ നടന്നെടുക്കും. അതിനാകട്ടെ പലവിധ ന്യായീകരണങ്ങൾ ചമയ്ക്കുകയും ആ ന്യായീകരണങ്ങൾക്ക് ആശ്രിത രാജ്യങ്ങളുടെ ഹല്ലേലൂയ ഉയരുകയും ചെയ്യുന്നതാണ് കണ്ടുവരുന്നത്. ബസ് ഡ്രൈവറായി ജീവിതം ആരംഭിച്ച മഡുറോ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിലൂടെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വഴി തെരഞ്ഞെടുത്തത്. മികച്ച സംഘാടകൻ, പ്രാസംഗികൻ എന്ന നിലയിൽ അദ്ദേഹം അറിയപ്പെട്ടു. 2000 വെനസ്വേലൻ നാഷണൽ അസംബ്ലിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റ് ഷാവേസ് തന്നെയായിരുന്നു മഡുറോയുടെ ഗുരു. വളരെ വേഗം നാഷണൽ അസംബ്ലി പ്രസിഡന്റായും തുടർന്ന് വിദേശകാര്യമന്ത്രിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. റഷ്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളും ചില ലാറ്റിൻ അമേരിക്കൻ ഭരണാധികാരികളും പ്രതീക്ഷയോടെയാണ് ഈ നേതാവിനെ നോക്കിക്കണ്ടത്. രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റായി നിയോഗിക്കപ്പെട്ട മഡുറോ ഷാവേസിന്റെ മരണശേഷം പ്രസിഡന്റ് പദവിയിലേക്ക് എത്തി. ആഭ്യന്തരമായ പല പ്രതിസന്ധികളെയും അമേരിക്കൻ ഇടപെടലുകളെയും അതിജീവിച്ചാണ് മഡുറോ വെനിസ്വേലയുടെ രാഷ്ട്രീയം നിയന്ത്രിച്ചത്. ആവിഷ്കാര സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നു എന്നായിരുന്നു മഡുറോയ്ക്കെതിരെ ഉയർന്ന പ്രധാന ആരോപണം. കഴിഞ്ഞ വർഷം നടന്ന പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിൽ 3ാമതും പ്രസിഡന്റായി അവരോധിക്കപ്പെട്ട ഈ നേതാവ് 63ാമത്തെ വയസ്സിൽ അവിചാരിതമായി രാജ്യഭ്രഷ്ടനായതോടെ അദ്ദേഹത്തിന്റെ പ്രതിയോഗികൾ തലസ്ഥാനമായ കാരക്കാസിലും മറ്റു നഗരങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ദുഷ്ടനായ ഏകാധിപതിയായാണ് പലരും ഇപ്പോൾ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത്. ഈ പതനത്തിൽ അമേരിക്കയോടൊപ്പം മഡുറോയെ വിമർശിക്കുന്ന ലോക നേതാക്കളുടെ എണ്ണവും വർദ്ധിച്ചു വരുന്നു. ജൂത കുടുംബത്തിൽ പിറന്ന മഡുറോ ക്രൈസ്തവനായി മതപരിവർത്തനം നടത്തുകയായിരുന്നു. ന്യൂയോർക്ക് ടൈംസ് പ്രസിദ്ധീകരിച്ച വാർത്ത വിശ്വസിക്കാമെങ്കിൽ പ്രസിഡന്റ് മഡുറോ സത്യസായി ഭക്തനുമായിരുന്നു. 2005 അദ്ദേഹം പുട്ടപർത്തിയിൽ സായിബാബയുടെ അനുഗ്രഹം നേടാൻ എത്തിയിരുന്നു എന്നും പറയപ്പെടുന്നു. വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് താൽക്കാലികമായി വെനസ്വേലയുടെ അധികാരം കൈമാറാൻ അമേരിക്ക തയ്യാറായിട്ടുണ്ടെങ്കിലും അത് എത്ര കാലമെന്നത് കണ്ടറിയേണ്ടതുണ്ട്. വെനസ്വേലയിലെ എണ്ണശേഖരങ്ങളാകെ അമേരിക്ക അധീനതയിലാക്കുമെന്ന പ്രസിഡന്റ് ട്രംപിന്റെ ധാർഷ്ട്യം കലർന്ന പ്രസ്താവനയുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ചും. മലയാളി വാർത്ത പ്ലസ്. മലയാളി വാർത്ത പ്ലസ്
like, share and subscribe.